എനിക്കൊരു പരിഹാസവിളി കേൾക്കേണ്ടതായി വന്നു. വിഡ്ഢിയെന്ന്. വെറും വിഡ്ഢിയല്ല, മദ്രസ വിഡ്ഢി. ഈ പരിഹാസ്യവിളിക്ക് ഇരയാവുന്നവരുടെ കൂട്ടത്തിൽ രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികളുണ്ട്, സയൻറ്റിസ്റ്റുകളുണ്ട്, ഉന്നത വിദ്യാഭ്യാസം നേടിയവരുണ്ട്, ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയവരുണ്ട്, സാധാരണക്കാരുണ്ട്, ക്രിമിനൽ വാസന ഉള്ളവരും ഉൾപ്പെടുന്നു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ 5 മണിക്കെങ്കിലും എഴുന്നേൽക്കൽ നിർബന്ധമാണ്. എന്നിരുന്നാലേ നിർബന്ധിത പ്രഭാത നമസ്കാരം നിറവേറ്റാൻ കഴിയൂ. അതിരാവിലെ എഴുന്നേൽക്കുക എന്നത് പലർക്കും പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം മറ്റുള്ള ബാങ്കുവിളിയിൽ നിന്ന് വ്യത്യസ്തമായി പ്രഭാത നമസ്കാരത്തിനുള്ള ബാങ്കുവിളിയിൽ ഉറക്കത്തേക്കാൾ ഉത്തമം നമസ്കാരമാണ് എന്ന ഒരു വചനവും കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഈ പ്രഭാത നമസ്കാരം കൊണ്ട് തീർന്നില്ല. മധ്യാഹ്ന സമയത്തും ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും അംഗശുദ്ധി വരുത്തി ദൈവത്തിന് മുന്നിൽ നമസ്കരിക്കണം. ഇത് ഏകദേശം 4 മണിക്കും വൈകുന്നേരവും രാത്രിയിലും തുടരൽ നിർബന്ധം. ഈ നമസ്കാരം സർവ്വ മുസൽമാൻക്കും ഒരുപോലെ നിർബന്ധമാണ്, പ്രായപൂർത്തി ആയവർക്ക്. അത് രാജാവായിരുന്നാലും ഭിക്ഷക്കാരനായിരുന്നാലും സ്കിൽ ലേബറായിരുന്നാലും അൺസ്കിൽ ലേബറായിരുന്നാലും അന്തർവാഹിനിക്കകത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഈവൻ സ്പേസിൽ ജീവിക്കുന്നവർക്ക് പോലും വിട്ടുവീഴ്ചയില്ല, അനുഷ്ഠിച്ചേ പറ്റൂ. ഈ നമസ്കാരത്തിൻ്റെ ഗൗരവം ഇതര സമുദായക്കാർക്ക് ബോധ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു ആസ്വാദനക്കലയും ഇല്ലാത്ത നമസ്കാരത്തിന് തുല്യമായ ഒരു പ്രവൃത്തിയും ദിവസവും 5 പ്രാവശ്യം മുറ തെറ്റാതെ അനുഷ്ഠിച്ചു നോക്കണം. പണക്കാർക്ക് പണം നൽകി ഈ പ്രവൃത്തി മറ്റൊരാളെ ഏൽപ്പിക്കുവാനും നിർവാഹമില്ല, വ്യക്തി തന്നെ നിറവേറ്റിയിരിക്കണം. ബോഡി മെയിൻ്റനൻസിന് വേണ്ടി ഒരു അരമണിക്കൂർ നടക്കുവാനോ വ്യായാമം ചെയ്യുവാനോ ഡോക്ടർ ആവശ്യപ്പെട്ടാൽ പോലും അനുസരിക്കാൻ പലർക്കും മടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു സമുദായം മുറ തെറ്റാതെ ദിവസവും 5 പ്രാവശ്യം ദൈവത്തിന് മുന്നിൽ അംഗശുദ്ധി വരുത്തി വണങ്ങുന്നത്. ഇതിലുപരി ഓരോ മുസൽമാനെയും പിടികൂടിയ ഒരു ഭയം ഉണ്ട്. അത് സാധാരണ ജീവജാലങ്ങൾക്കുണ്ടാവുന്നത് പോലെയുള്ള മരണത്തെക്കുറിച്ചുള്ള ഭയം അല്ല, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഭയം ആണ്. മരിച്ചു കഴിഞ്ഞാൽ അസത്യത്തിൻ്റെ യാതൊരു പഴുതുകളിലൂടെയും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഒരു വിചാരണയിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ലഭിച്ചേക്കാവുന്ന അതികഠിനമായ ശിക്ഷ അതവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ചെറുപ്പത്തിൽ മരിക്കില്ല എന്ന ധാരണ ഈ ഭയം അല്പം നോർമലായിരിക്കാം. എന്നാൽ വാർദ്ധക്യത്തിലേക്ക് പോകുന്തോറും ഈ ഭയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ സമീപിച്ച് ഈ ഭയം നിർത്തലാക്കാനും സാധ്യമല്ല, നിർത്തപ്പെടേണ്ടതും അല്ല. പൊതുസമൂഹത്തിന് വർഷത്തിൽ 12 മാസവും സ്വതന്ത്രമായി ആഘോഷകരമായി ജീവിതം നയിക്കാമെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് 11 മാസമാക്കി ചുരുക്കപ്പെട്ടു. ഒരു മാസം അവർക്ക് പൂർണ്ണമായി വ്രതമാണ്. ഇതിനിടയിൽ ഹലാലിൻ്റെയും ഹറാമിൻ്റെയും ഇടയിലൂടെയുള്ള ഒരു സൂക്ഷ്മ ജീവിതവും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഒറിജിനൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ത്യാഗപൂർണമായ ഒരു അർദ്ധതാപസ്യ ജീവിതമാണ് നയിക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് വിഡ്ഢി എന്നും പൊട്ടനെന്നുമുള്ള പരിഹാസ്യവിളിയും കൂടി അവർ കേൾക്കേണ്ടതായി വരുന്നത്. ഇങ്ങനെ വിളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കപ്പെട്ട, അവർക്ക് ലഭ്യമായ അറിവ് അനുസരിച്ച് ദൈവം എന്നത് യഥാർത്ഥത്തിൽ ഉള്ളതല്ല.
മരണത്തോടു കൂടി എല്ലാം അവസാനിക്കപ്പെട്ടു. ഇനി ഒരു പുനർജന്മമോ പുനർജീവിതമോ സാധ്യമല്ല. ഈ സാഹചര്യത്തിൽ അപൂർവമായി ലഭ്യമായ ഒരു മനുഷ്യജന്മം വെറുതെ പാഴാക്കി കളയുന്ന സാഹചര്യത്തെ വിഡ്ഢി എന്ന് വിളിക്കുകയല്ലാതെ നിഘണ്ടുവിൽ അവർക്ക് മറ്റു വാക്കുകളില്ല. എന്നാൽ ഞാനടക്കമുള്ള ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു അറിവും ബോധ്യവും ഈ മതജീവിതത്തിന് ഉണ്ട്. ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു നിമിഷം പോലും പാഴായിപ്പോവില്ല എന്ന ഉത്തമ ബോധ്യവുമുണ്ട്. ഇവിടെ മനുഷ്യരെല്ലാം തുല്യരാണ്. അവർ ഒരേ ബോഡി പ്രകൃതിയിൽ, ഒരേ ഭൂപ്രകൃതിയിൽ, ഒരേ ബോഡി സംവിധാനത്തിൽ ജീവിക്കുന്നു. എന്നാൽ സ്വീകരിക്കപ്പെടുന്ന അറിവുകൾ പലപ്പോഴും പരസ്പരം വിരുദ്ധമാവാം. പൊതുവെ കലഹപ്രിയരല്ലാത്ത മനുഷ്യർ എന്ന ജീവിവർഗം ഇങ്ങനെ വിപരീതമായ അറിവുകൾ സ്വീകരിച്ചത് വഴി സ്വാഭാവികമായി കലഹത്തിനും കലാപത്തിനും ഇട വരുത്തുന്നു. ലക്ഷങ്ങൾ മരണപ്പെട്ട പല കലാപങ്ങളും യുദ്ധങ്ങളുടെയും വൈറസുകളെ തേടിപ്പോയി കഴിഞ്ഞാൽ അത് മനുഷ്യർ സ്വീകരിക്കപ്പെട്ട പരസ്പരം വിരുദ്ധമായ അറിവുകളായിരിക്കും അതിൻ്റെ വൈറസുകളായി മാറിയിട്ടുണ്ടാവുക. ഈ സാഹചര്യത്തിൽ മതജീവിതം വിഡ്ഢിത്തമോ വിവേകമോ എന്ന് വിലയിരുത്തപ്പെടുന്നതിന് മുന്നേ അറിവിനൊരു നിർവചനം കാണേണ്ടതുണ്ട്.